കാറ്റത്തെ കിളിക്കോട് ഇന്നത്തെ എപ്പിസോഡിൽ നിധി വീട്ടിലോട്ട് വരാനായിട്ട് മടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ സുഭാഷ് ചേട്ടനോട് എന്താ പറയണ്ടേ, താൻ വരാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധിയും മടിച്ച് നിൽക്കുകയാണ്. സുഭാഷ് ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ വന്നതല്ലേ, ഞാനിനി എങ്ങനെയാണ് ആ വീട്ടിലോട്ട് കയറി വരുന്നത്? എടോ, താൻ ചെന്നാൽ ആരും എന്തിനാ വന്നതെന്ന് ചോദിക്കത്തില്ല, എല്ലാവർക്കും സന്തോഷം ആവത്തതേ ഉള്ളൂ. ഇയാളുടെ വീട്ടുകാരെ പോലെ ഈഗോ ഉള്ളവരൊന്നും അല്ല അവർ. എന്തിനാ വന്നതെന്നും കാരണമൊന്നും അവർ ചോദിച്ചില്ല. ധൈര്യമായിട്ട് വാ. സുധീഷ് നിധിയുടെ ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ട് താൻ വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയും കൂടെ പോവാണ്. വീണ്ടും നിധി ചോദിക്കുന്നുണ്ട്, വീട് കിട്ടാത്തതിൻ്റെ കാരണം ശരിക്കും താനല്ലല്ലോ, ഇയാൾക്ക് ഇനിയും എന്നെ സംശയമാണോ? ഞാൻ നാളെ തന്നെ ഇയാൾക്കൊരു വീട് കണ്ടുപിടിച്ച് തരാം. അപ്പം നിധി പറയുന്നുണ്ട്, വേണ്ട, എനിക്കുള്ള വീട് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന്. സുധീഷ് അങ്ങനെ ഓക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ പോകുന്ന സമയത്ത് ഹരീഷും നിതീഷും കൂടെ വീട്ടിലോട്ട് വരികയാണ്. നികേഷ് ഏട്ടത്തി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ പോകാനാ നിധി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏട്ടത്തിയുടെ റൂമിലൊക്കെ പോയിട്ട് നികേഷ് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണുന്നില്ല. നികേഷ് ചോദിക്കുന്നുണ്ട്, ഇവിടെ വല്ലതും വഴക്കുണ്ടായോ അതോ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഹരീഷ് പറയുന്നുണ്ട്, ഇവിടെ എന്താ ഉണ്ടായെന്ന് സുഭാഷ് ചേട്ടൻ അറിയാം. സുഭാഷ് ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞങ്ങളോട് കൂടി പറ, ഞങ്ങളും അറിയട്ടെ. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് സുഭാഷ് ചേട്ടൻ അറിയാം, അത് ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ, പറ സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, എന്താ പറയണമെന്ന്. സുധീഷ് ചേട്ടൻ കിടക്കുന്ന ഇവിടെ ഹാളിലാണ്. അവരാണെങ്കിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചാണെന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഒരാൾക്കും ദഹിക്കാത്ത മറുപടിയും പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതറിഞ്ഞിട്ടും സുഭാഷ് ചേട്ടൻ ഒളിച്ചു വെക്കുക. നികേഷ് ചോദിക്കുന്നുണ്ട്, ഹരീഷ് ചേട്ടൻ പറഞ്ഞത് ശരിയാണോ? സുഭാഷ് ചേട്ടൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇതേ സമയത്ത് സുഭാഷ് സത്യം പറയാനായിട്ട് നികേഷിൻ്റെ അടുത്ത് വരുവാണ്. നീ വിഷമിക്കരുത്, ഞാൻ പറയുന്ന കേട്ടെന്നൊക്കെ. ആ സമയത്ത് തന്നെ നമ്മുടെ നിധിയും സുധീഷും കൂടെ അവിടെ വരുന്നു. നിധിയും സുധീഷിനെയും കണ്ടിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എങ്ങോട്ടാണ് പോയത്? ഹരീഷ് ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചന്തു പറഞ്ഞല്ലോ നിങ്ങൾ ബാഗൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ സുഭാഷ് ചേട്ടൻ മിണ്ടാതിരിക്കുന്നു. ആകെ ടെൻഷനായിപ്പോയി ഞാൻ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോയില്ലായിരുന്നല്ലോ, അപ്പോൾ ഒരു ഹണിമൂണിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, പിന്നെന്താ പോവാതെ തിരിച്ചു വന്നത്? അത് വേനൽക്കാലം ആയതുകൊണ്ട് ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ടാണ് തിരിച്ചു വന്നത്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. നികേഷ് പറയുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടാ, ഇവർ വരുന്നതിന് തൊട്ട് മുമ്പ് സുഭാഷ് ചേട്ടൻ എന്തോ പറയാൻ വന്നില്ലേ, അതെന്താ ഞാൻ കേട്ടിട്ട് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞത്, അതെന്തായിരുന്നു? ഈ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, അത് നിങ്ങളോട് ആരോടത്തും പറയാതെയില്ലേ പോയത്, അതുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഹരീഷ് സുഭാഷ് ചേട്ടനോട് സംസാരിക്കുന്നുണ്ട്. സുധീഷ് ചേട്ടൻ നാക്കെടുത്ത കള്ളത്തരെ പറയൂ, ആ കള്ളന് കഞ്ഞി വെച്ചവനാവരുത് സുഭാഷ് ചേട്ടൻ. ഇത് കേട്ടിട്ട് സുഭാഷ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം അടുക്കളയിലോട്ട് സുധീഷ് സുഭാഷിൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഹരീഷിനോടും നികേഷിനോടും ഞാൻ ഇപ്പം തന്നെ എല്ലാം സത്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നേനെ, ആ സമയത്താണ് നിങ്ങൾ കറക്റ്റ് വന്നത്. വീട് കിട്ടിയെന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെന്താ തിരിച്ചു വന്നേ? ആ സമയത്ത് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, വീട് തരുമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ മോളെ പറ്റി? ഇന്നലെ എല്ലാം ഓക്കെ പറഞ്ഞ് ടോക്കൺ അഡ്വാൻസ് വാങ്ങിച്ച ആളാ, ഇന്ന് ചെന്നപ്പോൾ വീടില്ല എന്ന് പറയുന്നു, ടോക്കൺ അഡ്വാൻസ് തിരിച്ചു തന്നു. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അതെങ്ങനെ അഡ്വാൻസ് വാങ്ങിയിട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? സുധീഷ് പറയുന്നുണ്ട്, ഞാനും പോയി ചോദിച്ചതാ, അപ്പോൾ അയാൾ സംസാരിക്കാൻ പോലും നിൽക്കാതെ ഒറ്റപ്പോക്ക്. നിൻ്റെ കാര്യം മോളെ കഷ്ടം, നല്ലൊരു വീട്ടിൽ ജനിച്ച് വളർന്നിട്ട് ഇപ്പം വാടക വീട് അന്വേഷിച്ച് നടക്കുകയല്ലേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? നിനക്ക് ഇവിടെ നിന്നൂടെ? ഇവൻ കാരണമല്ലേ നീ ഇറങ്ങി വന്നത്, ഇവൻ്റെ തുണി അങ്ങ് വിട്ടേക്ക്, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, മോൾ ഇവിടെ താമസിക്കുന്നില്ലേ, ഞങ്ങളൊക്കെ സന്തോഷമേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു അനിയത്തി. മോളെ വീട് അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താം, ഞാൻ കണ്ടുപിടിച്ച് തരാം, അതുവരെ ഇവിടെ നിൽക്കണം, ഒരു ശല്യവും ആരെക്കൊണ്ടും ഉണ്ടാവില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇത് നിൻ്റെ വീടായിട്ട് കരുതിക്കോളാം. ഇതെല്ലാം കേട്ടിട്ട് നിധി പോവുകയാണ്. ഇതേ സമയം നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് നീയല്ലേ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? സുഭാഷ് സുധീഷിനെ വരട്ടെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ചേട്ടൻ എങ്ങനെ മനസ്സിലായി ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന്? ഞാൻ അപ്പോഴേ വിചാരിച്ചതാ, നീ എന്തിനാടാ അങ്ങനെ ചെയ്തത്? അവളെ വിടാതിരിക്കാൻ ഒരുപാട് നുണകൾ പറഞ്ഞ് കഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമാണ്, അപ്പം പെട്ടെന്ന് എങ്ങനെയാണ് വിട്ട് കളയുന്നത്? സുഭാഷ് ചേട്ടനാണെങ്കിലും നിധി ആണെങ്കിലും ഞാൻ നുണ പറയുന്നതിന് കുറ്റം പറയുന്നുണ്ട്, പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതിന് ഇവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. എത്ര ഇടിയാണ് ഞാൻ കൊണ്ടത്, അവൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, അതാരും കാണുന്നില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അടികൊണ്ടതേ അവൾക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗം കൊണ്ടൊന്നുമല്ല, നിൻ്റെ കുരുട്ട് ബുദ്ധി ജയിക്കാനുള്ള വാങ്ങിച്ചു കൂട്ടിയതാ. അവളുടെ കഴുത്തിലുള്ളതേ എൻ്റെ താലിയ, ഒരു ദിവസം അവളത് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ തുടങ്ങും, അവൾ ഇനി എത്ര വീട് നോക്കിയാലും അതിനൊക്കെ ഞാൻ പാരവണി. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എടാ ഇത് വലിയ തെറ്റല്ലേ എന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിന് തെറ്റായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, അവളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികൾ ഇങ്ങനെ നോക്കുന്നു. സുഭാഷ് ഏട്ടാ, സ്നേഹമല്ല ഈ വെറുപ്പാണ് തെറ്റ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീയും ആ കുട്ടി സ്നേഹത്തോടെ ജീവിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ സത്യം. നീ പക്ഷേ ഇതിപ്പോൾ നിർബന്ധിച്ച് ആ സ്നേഹം വാങ്ങിക്കാൻ നോക്കുക. ഈ മനുഷ്യന്മാരുടെ ജീവിതം സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്ന പോലെയല്ല, അതിലിച്ചിരി തട്ടിപ്പും കുതന്ത്രവും പാരപണിയലും എല്ലാം ഉണ്ട്. അബദ്ധത്തെ പോലും ഇടയ്ക്ക് കയറി എനിക്കിട്ട് പണിയരുത്. സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, കാരണം എൻ്റെ ഉദ്ദേശം നല്ലതാ, ഞാനായിട്ട് ഒരു തെറ്റും ചെയ്യില്ല,
സുഭാഷേട്ടനെ കയ്യിൽ പ്രോമിസൊക്കെ ചെയ്തിട്ട് സുധീഷ് അവിടെ നിന്ന് പോന്നു. അതിനുശേഷം രാത്രിയിൽ എല്ലാവരും കിടക്കാൻ പോകണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് വന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നടതള്ളി കാളയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് റൂമിൽ പോയി കിടക്കാൻ പറയുന്നുണ്ട്. അവൻ്റെ കെട്ട് കഴിഞ്ഞ് ഇനി അവൻ അകത്ത് കിടന്നാൽ മതി, ആ റൂമിൽ കിടന്നാൽ മതി എന്നൊക്കെ. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അച്ഛൻ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട് നിനക്കെന്താടാ ഇത്ര ഇത് അസൂയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷിന് റൂമിലോട്ട് പോയി കിടത്തുകയാണ് കേട്ടോ. സുധീഷിനെ കണ്ടപ്പോഴത്തേക്ക് നിധി ഭയങ്കരമായിട്ട് ഞെട്ടുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ആ സമയത്ത് സുഭാഷിനും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഭാസ്കരൻ നിധിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ മോളെ, എന്നിട്ടാണ് നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഒരുത്തി ഓടിപ്പോയ പേരുദോഷം എനിക്കിപ്പോഴും ഉണ്ട്, ഇനി ഇവനോട് അത് വേണോ. സുധീഷിൻ്റെ അടുത്ത് അച്ഛൻ കയറിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അച്ഛൻ പോയി കിടക്കാൻ നോക്കാനൊക്കെ, നീ എന്നെ ഇവിടെ കിടത്താൻ നിൽക്കണ്ട, ആദ്യം ഇവനും ഇവിടെ കിടക്കട്ടെ. അങ്ങനെ വാതിലടച്ചതിന് ശേഷം നിധി ഇരുന്ന് കരയാണ് കേട്ടോ. ആ സമയം സുധീഷ് പറയുന്നുണ്ട് അച്ഛൻ കാരണമോ ഞാനിവിടെ കിടക്കുന്നത്, ഞാനിവിടെ മൂലയ്ക്ക് എവിടെയെങ്കിലും കടന്നോളാം എന്ന് കഴിഞ്ഞിട്ട് സുധീഷ് പായ്ക്ക് വിരിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. സുധീഷ് അച്ഛനോട് മനസ്സിൽ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നിധി വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.